ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടങ്ങി അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ സൈഡിൽ വീഡിയോ വെച്ചിട്ടുണ്ട്. ഈ ഫുട്ടേജ് കുവൈറ്റിലെ ഫൈറ്റർ ജെറ്റ്, അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് പൊട്ടി വീണല്ലോ. അതിലുണ്ടായിരുന്ന പൈലറ്റ് സീറ്റ് എജക്ട് ചെയ്ത് രക്ഷപ്പെട്ട് താഴെ വന്ന് ലാൻഡ് ചെയ്ത് നിന്ന സമയത്ത് ഒരു ലോക്കൽ അയാളെ അപ്രോച്ച് ചെയ്തു. അയാൾക്ക് താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ യുദ്ധ കാലഘട്ടത്ത് അവരെ സഹായിക്കുന്നതിന്, കുവൈറ്റിനെ സഹായിക്കുന്നതിന് അമേരിക്കൻ പൈലറ്റിനോട് നന്ദി പറയുന്ന രംഗമാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ആക്രമണത്തിൽ, വിവിധ ബേസുകളിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഇന്നലെ വരെ 3 അമേരിക്കൻ സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടത് എന്ന വാർത്ത വന്നിരുന്നത്. പക്ഷേ 4 സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടത്. ആ 4 മൃതശരീരങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിൽ അത് റിസീവ് ചെയ്യുന്ന വീഡിയോ ഫൂട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇറാനിലെ അറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ന്യൂക്ലിയർ റിസർച്ച് കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സ് വലിയ കെട്ടിട സമുച്ചയമാണത്. അത് അടിച്ച് പൊട്ടിക്കുന്ന രംഗമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ശക്തമായ രീതിയിലുള്ള ആക്രമണം അടിച്ച് തകർത്ത് തൂഫാനാക്കി കൈ കൊടുത്തിരിക്കുകയാണ്. അതായത് ന്യൂക്ലിയർ എന്ന് പേര് എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നോ അത് ഇറാൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടെങ്കിലും അടിക്കും. അതാണ് അവസ്ഥ. ഇനി ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് കേട്ടാൽ അടി ഉറപ്പാണ്. അത്തരത്തിലാണ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് ഒരു രീതിയിലുള്ള ആക്രമണങ്ങൾ, മിസൈൽ ഡിപ്ലോയ്മെന്റ് പൂർണ്ണമായിട്ടും നിർത്തുക, നിലയ്ക്കുന്നവരെ അടിക്കുക. ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഓക്കെയാണ് എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകളൊക്കെ ട്രംപ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് രണ്ട് സൈഡിലും അമേരിക്കയാണ് യുദ്ധം നിർത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇറാനാണ് യുദ്ധം നിർത്താൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇവിടെ അടിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം എത്ര നാൾ വേണമെങ്കിലും നടത്താൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന് അതിനനുസരിച്ചുള്ള അമ്യൂണിഷൻസ് ഒക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ലോഡ് കണക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ. ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം, അടി ഉറപ്പാണ്. ഇറാനെ അങ്ങ് അടിക്കും. IRGC റെജീം മതി എന്ന് പറയുന്നവർ അടിക്കും. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് റിയാലിറ്റിയാണ്. കാരണം അമേരിക്കയ്ക്ക് ഒന്നും തന്നെ നോക്കാനില്ല. അമേരിക്കയ്ക്ക് ഇപ്പം എണ്ണ വേണോ? എണ്ണ അമേരിക്കയുടെ കയ്യിലുണ്ട്. വെനിസ്വലയെ ഓൾറെഡി അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇറാനിലേക്ക്. അല്ല, വെറുതെ വന്നതല്ല. ട്രംപ് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ട് ഇറാൻ്റെ ഉള്ളിലേക്ക് ഒരു അഭിപ്രായമോ ഒന്നുമില്ലാതെ ഇറങ്ങിയതല്ല. കൃത്യമായിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്ത് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. IRGC റെജീം എവിടെ പോയി ഒളിച്ചാലും അടിക്കും. അത്തരത്തിൽ തന്നെയാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത്. ഈ മിസൈലുകളുടെ വരവ് അതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് അഗ്രസീവായിട്ടുണ്ടാവും. പിന്നെ അത് ക്രമേണ റെഡ്യൂസ് ആവും. അത് നമുക്ക് വൈകാതെ കാണാൻ കഴിയും. കാരണം ആഗോളതലത്തിൽ തന്നെ ഇപ്പം ഇറാനെതിരെയുള്ള വികാരം രൂപപ്പെട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് അമേരിക്കയുടെ പറഞ്ഞിരിക്കുന്നത് അടിച്ച് ഒതുക്കി എത്രയും വേഗം പാർസലാക്കി കൈ കൊടുക്കുക. ഈ ഏരിയയിൽ ഈ റീജിയണൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, ട്രാൻസ്പോർട്ടേഷൻസ് സ്മൂതൻ ചെയ്യുക, പഴയതുപോലെ അവരുടെ രാജ്യത്തെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വളരെ ഫ്രീ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് റെഡിയാക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞു. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫുട്ടേജ് ശരിക്കും ഈ കത്തുന്ന രംഗം ഇത് മിഡിൽ ഈസ്റ്റ് അല്ല, ഇത് ഇറാനോ ഖത്തറോ ബഹ്റൈനോ UAE ഇതൊന്നുമല്ല. ഈ രംഗം നടക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഈ കമ്പി വല പോലെ കാണുന്നത് ബോർഡറാണ്. ഇപ്പുറത്ത് പാകിസ്ഥാൻ, അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ. ഈ ഡുറാൻഡ് ലൈനാണ് ഇവിടെ ഒരു കമ്പി വലയായിട്ട് ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് ഫൈറ്റർ ജെറ്റ് വീണ് കത്തുന്നത്. അപ്പോൾ ഈ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാൻ്റെയാണ്. പാകിസ്ഥാൻ്റെ 2 ഫൈറ്റർ ജെറ്റുകളാണ് അഫ്ഗാനിസ്ഥാൻ അടിച്ച് വീഴ്ത്തിയത്. അതിലൊരെണ്ണമാണ് ഇവിടെ കിടന്ന് പോകുന്നത്. 72 മില്യൺ ഗോൺ, $72 മില്യൺ ഗോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്ക് കർണെ, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് ട്രേഡ്, ഇൻ്റലിജൻസ് തലത്തിലുള്ള സെക്യൂരിറ്റി ഷെയറിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കഴിഞ്ഞ 3 ദിവസത്തെ ഓപ്പറേഷനിൽ ഇറാൻ്റെ ഉള്ളിൽ 1000 മുതൽ 1500 IRGC സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നൊരു നിഗമനം മുന്നോട്ട് വെക്കുന്നുണ്ട്. ലെബനൻ്റെ ഉള്ളിൽ അൽ മയാദീൻ എന്ന് പറഞ്ഞ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ സീനിയർ ഹെസ്ബുള്ള ലീഡറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സീനിയർ ലീഡറിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. സീനിയർ ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കും നയീം കാസിമിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ ഏത് ലെവലിലുള്ള ആളെ കണ്ടാലും ഇസ്രായേൽ അടിക്കും. IDF ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലാതാക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അൽമയാദി എന്ന് പറയുന്ന പത്രം പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തല്ല, പിന്നെ തലപ്പത്തുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ തട്ടും, അത് ഉറപ്പാണ്. പണ്ട് തൊട്ടേ മൊസാദിൻ്റെ ഓപ്പറേഷൻസ് അങ്ങനെയാണ് നടക്കുന്നത്. അതുപോലെ ഇറാൻ ഫത്ത 2 എന്ന് പറഞ്ഞ മിസൈല് വിന്യസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ വീഡിയോ പഴയൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ബ്ലർ ചെയ്തിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഫത്ത മിസൈലിൻ്റെ ടെസ്റ്റ് നടത്തിയ സമയത്ത് എടുത്ത വീഡിയോയാണ് ഇങ്ങനെ ബ്ലർ ചെയ്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്.
പക്ഷേ ഇസ്രായേൽ ഈ മിസൈൽ ഇറാൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ്. കാരണം അത്തരത്തിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ ഫത്ത 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർ പൂഴ്ത്തി വെച്ചിരിക്കുന്ന മിസൈലുകളാണ്. ഇത് ഏത് അണ്ടർഗ്രൗണ്ടിലാണ് എവിടെയാണെന്നുള്ളത് അറിയത്തില്ല. ഒരു മിസൈൽ ഒരു സ്ഥലത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഏരിയ ടാർഗറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് അവിടെ അടിക്കുന്നത്. അപ്പോൾ ഈ മിസൈലുകൾ വിടുക എന്നുള്ളത് ഇറാനിന് ഇപ്പോൾ റിസ്ക് ഉള്ളൊരു പരിപാടിയായിട്ട് മാറുകയാണ്. കാരണം ഈ മിസൈലുകൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കൊണ്ടുവരണം. അതായത് ഇതിപ്പം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ ആ മിസൈൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ട് തന്നെ ട്രാക്ക് ചെയ്ത് റിവേഴ്സ് ട്രാക്ക് ചെയ്ത് അറ്റാക്ക് നടത്തും. കാരണം ഒരു രാജ്യമല്ല അവിടെ ഉള്ളത്. ഇസ്രായേലിലേക്കാണ് മിസൈൽ വരുന്നത്, അല്ലെങ്കിൽ UAE-യിലേക്കുമാണ് മിസൈൽ വന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു സൈഡിൽ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഇതിൻ്റെ ഏരിയ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇറാൻ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഈ യുദ്ധം നയിക്കുന്നത്. സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഈ മിസൈൽ ഇത്രമാത്രം ഇങ്ങനെ വാരിക്കോരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അവർക്ക് തന്നെ വിനയായി തീരുകയാണ് മറ്റൊരു തരത്തിൽ. പിന്നെ ഇറാൻ്റെ മേളിൽ ഫൈറ്റർ ജെറ്റിൽ പോയിട്ട് ഈ ബോംബ് ഇടുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രൈക്ക് നടത്തുന്നത് ഈ 200 ഫൈറ്റർ ജെറ്റുകൾ പോയതിൽ 70 എണ്ണത്തിലും ഫീമെയിൽ പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. 70 എണ്ണത്തിലും. ഇതെല്ലാം തന്നെ സിംഗിൾ സീറ്റർ ഫൈറ്റർ ജെറ്റുകളാണ്. അതിലെല്ലാം തന്നെ ഫീമെയിൽ ക്യാപ്റ്റന്മാരാണ് ഉണ്ടായിരുന്നത്. ഇസ്ലാമിക് റെജീമിൻ്റെ സ്ഥാപനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് മുതൽ തെഹ്റാൻ മാത്രമല്ല ഇഷ്ഫഹാൻ ഏരിയ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് ഇഷ്ഫഹാനിലേക്ക്. ഇഷ്ഫഹാൻ ഏരിയ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇഷ്ഫഹാനിലെ പല സ്ഥലങ്ങളിലും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞിരിക്കുന്നത് ഇറാൻ വിൽ പേ ഹെവി പ്രൈസ് എന്നാണ് പുള്ളിക്കാരൻ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ മിഡിൽ ഈസ്റ്റ് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, എത്തരത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്നുള്ളതാണ് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ബലൂചിസ്ഥാനിൽ 3 ലൊക്കേഷൻസിൽ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പാക് മിലിറ്ററി ഉദ്യോഗസ്ഥർ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഒരു പൊട്ടിത്തെറി ഒരു പോലീസ് സ്റ്റേഷനാണ്. ദാദർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. തർബത്ത് സിറ്റി എന്ന് പറഞ്ഞ സിറ്റിയിലാണ് മറ്റൊരു പൊട്ടിത്തെറി നടന്നിരിക്കുന്നത്. പാകിസ്ഥാനി ആർമിയുടെ ക്യാമ്പിലേക്കാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ദേറാ മുറാദ് ജമീൽ സിറ്റി എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്തിയ, കോസ്റ്റ്, കുനാർ പ്രവിശ്യകളിൽ കനത്ത ആക്രമണം നടക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ. കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ്. അഫ്ഗാനിസ്ഥാൻ ഹൈപ്പർസോണിക് മിസൈൽ ഇറക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഇവരുടെ പക്കൽ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഹൈപ്പർസോണിക് മിസൈൽ വെച്ചിട്ട് അറ്റാക്ക് നടത്തും. പാകിസ്ഥാൻ സൂക്ഷിച്ചും കണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് എന്നുള്ള വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര പെർഫോമൻസ് ആണ്. അവരുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഈ ഫൈറ്റർ ജെറ്റ് അടിച്ചത് മറ്റേ തോളത്ത് വെച്ചിട്ടുള്ള മിസൈൽ വെച്ചിട്ടാണ് അടിച്ചതെന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ബോർഡർ ക്രോസ് ചെയ്ത് വന്ന് അവരുടെ മിലിറ്ററി പോസ്റ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആ മിലിറ്ററി പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഒളിച്ചോടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആ മിലിറ്ററി പോസ്റ്റ് മൊത്തത്തിൽ ആ ഏരിയ അക്കോമഡേഷൻ ഏരിയ മൊത്തം ഇവരുടെ കൺട്രോളിൽ എടുത്തിട്ട് അവിടെ ഓടി നടന്ന് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ധീരരാണ്, ഭയങ്കര പുലികളാണ്. പക്ഷേ കളത്തിൽ, പോർക്കളത്തിൽ വലിയ എലികളാണ്. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ മസ്റ്റായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. JNK പോലീസാണ്, ജമ്മു ആൻഡ് കശ്മീർ പോലീസ് ആയത്തുള്ള ഖമനേയിയെ അനുകൂലിച്ച് കശ്മീരിൻ്റെ ഉള്ളിലുള്ള ഷിയ മുസ്ലിംസ് അവിടെ വന്നിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താൻ വന്നപ്പോഴത്തേക്കും അവരെ തലക്കിട്ട് കൊട്ടുകൊടുത്ത് മര്യാദയ്ക്ക് വീട്ടിൽ പോയിരിക്കുമെന്ന് പറയുന്ന രംഗമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. പോലീസിനെ അടിക്കാൻ വേണ്ടിയിട്ട് ആയത്തുള്ള ഖമനേയിയുടെ ആരാധകർ, അതുപോലെ തന്നെ പോലീസ് തിരിച്ചങ്ങോട്ട് ആയുധങ്ങളൊന്നും പോലീസ് എടുത്തില്ല, കൈകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചറ പറയാന്ന് അടി കൊടുത്ത് എല്ലാത്തിനെയും ഓടിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ വാർത്തകൾ കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം കൂടി ഇതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്താൻ കഴിയില്ല. അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.